നിങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വേറൊരു ബാച്ചുമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളത് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു സ്പെഷ്യൽ ബാച്ചാണ്. ആദ്യമായിട്ട് അസൈൻ ചെയ്യുന്ന ബാച്ചാണ്. ഞാൻ കുറെ സെർച്ച് ചെയ്ത് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അന്വേഷിച്ച് അതിന് സെലക്ട് ചെയ്താണ് സിവിലിയൻസ്. ഇവിടെ നിൽക്കണം എന്നൊന്നും ഞാൻ ആദ്യം വിചാരിച്ചില്ല. ഞാൻ ലെറ്റൊക്കെ എഴുതി അങ്ങനെ ബിടെക്കിന് പോകണം അങ്ങനെയൊക്കെ ഒരു ചിന്തയായിട്ടൊക്കെ വന്നത്. ഇവിടെ സിവിലിയൻസിൽ വരുന്നത് വരെ എനിക്കൊരു ഡൗട്ട്, നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളൊരിതായിരുന്നു. എല്ലാവരുടെയും പ്രഷർ കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. കിട്ടിയിട്ടും അവള് പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് ഒരു ബാച്ച് ഇരുന്നപ്പോ ആണ് നമുക്കൊരു കോൺഫിഡൻസ് തോന്നൂലേ, ചിലപ്പോ കിട്ടും എന്നുള്ളൊരിത് വന്നത്. ഒറ്റ നിർബന്ധമൊക്കെ ഉണ്ടായതുള്ളൂ. ഞാൻ പഠിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഏതായാലും ബുദ്ധിമുട്ടി പഠിക്കാണ്. അപ്പൊ ഇത്ര റിസ്ക് എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിക്കോട്ടെ എനിക്ക് നിർബന്ധേനു. പിന്നെ ഞാനിവിടെ തീരുമാനമെടുത്തു, പോകുന്നില്ല, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കാരണം എനിക്ക് ഇവിടുത്തെ ക്ലാസ്സെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആ സമയമായിരുന്നു. അതാണ് രണ്ടാമത്തെ ബാച്ച്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ രണ്ടാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. അപ്പം 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ട്രൈ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പം ഇവിടെ നിന്ന് പഠിച്ച് എന്തായാലും ഒരു ജോലിക്ക് കയറുന്നത്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അന്ന് ഞാൻ എടുത്ത നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വർഗരാജ്യം.